നമ്മുടെ അവസാന സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി ഏറ്റവും അനുയോജ്യനായ ഒരാൾ തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി. അമ്മയുടെ ആദ്യകാല സന്യാസി ശിഷ്യരിൽ ഒരാളാണ് സംപൂജ്യ സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി. 4 ദശാബ്ദങ്ങളായി അമ്മയോടൊപ്പമുള്ള സ്വാമിജി മാതൃവാണിയുടെ പ്രസാധകനാണ്. അമ്മയുടെ ഉപദേശങ്ങളുടെ സമാഹരണമായ ഉപദേശാമൃതം, ജ്യോതിർഗമയ തുടങ്ങിയവ സമാഹരിച്ചത് സ്വാമിയാണ്. കൂടാതെ അമൃത ഇ സർവിന്റെയും ബാലസംസ്കൃതി മാതൃസംസ്കൃതി കേന്ദ്രങ്ങളുടെയും ഇടുക്കി ജില്ലയിലെ ആശ്രമ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടവും സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി വഹിച്ചു വരുന്നു. സ്വാമിജിയെ ഒരുപാട് സ്നേഹത്തോടു കൂടി നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. എല്ലാവരും ഒരു നിറഞ്ഞ കൈയടി തരിക. സ്വാമി പ്ലീസ്. അതോടൊപ്പം തന്നെ സ്വാമിയെ ആദരിക്കുന്നതിനായി അമൃത വിശ്വവിദ്യാപീഠം കൊച്ചിൻ ക്യാമ്പസിലെ ഡീൻ ആൻഡ് ഡയറക്ടർ ഡോക്ടർ യു കൃഷ്ണകുമാർ അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാമിജിക്ക് നമ്മുടെ മറ്റൊരു സ്നേഹാദരവ് നൽകുന്നതിനായി അമൃത TV ക്രിയേറ്റീവ് ഹെഡ് ശ്രീമതി സിന്ധു മോഹൻ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് സ്വാമിജി. നമ്മുടെ കുട്ടികളെല്ലാവരും സ്വാമിജിയുടെ വാക്കുകൾക്കായി കാതോർത്തിരിക്കുകയാണ്. പ്ലീസ്. ഓം അമൃതേശ്വരിയെ നമഃ. നമശിവായ. ഇന്നലെ രാവിലെ തുടങ്ങിയ ക്യാമ്പാണ്. ഇന്ന് അതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമ്പ് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിലായിരിക്കും നിങ്ങളല്ലേ? ആണോ? ക്യാമ്പ് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകണോ അതോ നമുക്ക് ക്യാമ്പ് നാളെയും തുടരണോ? ഏതാ വേണ്ടത്? ഇവിടെ ക്യാമ്പ് നാളെ തുടർന്നാൽ നിങ്ങളുടെ അച്ഛനമ്മമാർ ഇവിടെ വന്നിട്ട് ബഹളം ഉണ്ടാക്കില്ലേ? ഇല്ല. അപ്പൊ 2 ദിവസം നമ്മളിവിടെ ക്യാമ്പിൽ കഴിഞ്ഞു. നമുക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് കൂടാം. അപ്പൊ അച്ഛനമ്മമാർക്കും വിഷമം ഉണ്ടാകില്ല. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ദിവസങ്ങൾ ചെലവഴിക്കാം അല്ലേ? ഇന്നലെയും ഇന്നും ക്യാമ്പിൽ പങ്കെടുത്ത് എത്ര പേരുണ്ടെന്ന് കൈ ഉയർത്താമോ? ശരി. ഇന്നലെ ക്യാമ്പിൽ വന്നപ്പോൾ നിങ്ങൾ ഇരുന്ന അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്ന എത്ര പേരുണ്ട്? കസേരകളൊക്കെ മാറിയില്ലേ? ഇന്നലെ നിങ്ങൾ ഇരുന്ന അതേ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല ഇല്ലേ? കഴിഞ്ഞോ ഇല്ലയോ? ഇന്നലെ ഇരുന്ന അതേ സ്ഥലത്ത് തന്നെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ച് എത്ര പേരുണ്ട്? കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഇതെന്തിനാ ചോദിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഒരു ഇടമുണ്ട് ഇല്ലേ? ഇപ്പം നിങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലും കളികൾ നടക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫുട്ബോൾ മാച്ച് അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ച് അല്ലെങ്കിൽ ആനുവൽ ഡേ, ഇപ്പം ഗ്രൗണ്ടിൽ നിങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ടിൽ വലിയൊരു ഫുട്ബോൾ മാച്ച് നടക്കുന്നു. നിങ്ങൾ കാണാനായിട്ട് ആ ഗ്രൗണ്ടിൻ്റെ ചുറ്റും തടിച്ചു കൂടി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പം നമ്മൾ എന്താ ചെയ്യുക? കളി കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് കളി കാണാൻ കഴിയുന്ന ഒരിടം നമ്മൾ കണ്ടെത്തൂല്ലേ? അവിടെ നിന്നാൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ കാണാൻ കഴിയുന്ന ഒരിടം നമ്മൾ കണ്ടെത്തും. അതുപോലെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരിടം നിങ്ങൾ കണ്ടെത്തും. നമ്മുടെ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ ചെല്ലുന്നോ അവിടെ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയുന്ന, സ്വസ്ഥമായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരിടം നമ്മൾ കണ്ടെത്തി അവിടെ നമ്മൾ ഇരിക്കാൻ ആഗ്രഹിക്കും. അപ്പം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവും. അപ്പം നിങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിങ്ങൾ 2-3 കൂട്ടുകാരുമായിട്ട് അവിടെ ഇരിക്കുന്നു. ആ സമയത്ത് വേറെ ഒരാൾ വന്ന് വിളിക്കുന്നു, നമുക്ക് അവിടെ പോയിരിക്കാം. അപ്പം നിങ്ങൾ പറയും വേണ്ട വേണ്ട, നമ്മൾ ഇവിടെ ഇരിക്കാം, ഇവിടെ സുഖമാണ് ഇരിക്കാനായിട്ട്, അവിടെ അത്ര നല്ലതല്ല, ഇവിടെയാണ് ഇരിക്കാൻ നല്ലത് നമ്മൾ പറയില്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ഇടം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? അത് കുഞ്ഞായിക്കൊള്ളട്ടെ മുതിർന്നവരായിക്കൊള്ളട്ടെ, ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായിട്ടുള്ള ഒരിടം കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇപ്പം ആൾക്കാർ വീടുകൾ പണിയാറുണ്ട്. നമുക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ഒരിടമാണ് വീടെന്ന് പറയുന്നത് അല്ലേ?
പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ 5ാം ക്ലാസ്സിലും 6ലും 7ലും 8ലും 9ലും 10ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലേ? നിങ്ങളുടെ ഇത്രയും കാലത്തെ നിങ്ങളുടെ പഠനത്തിനിടയിൽ പല കൂട്ടുകാരും നിങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ടാവും. പഴയ ക്ലാസ്സിലെ കൂട്ടുകാരുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ കൂടെ പഠിച്ച് മുന്നോട്ട് വരുന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ടാവും. ഈ കൂട്ടുകാർ ചിലരുമായിട്ട് നമുക്ക് ഒരു പക്ഷേ കൂടുന്ന സമയത്ത് നമുക്ക് അവരോട് വളരെ സ്നേഹമുണ്ടാകും. ആ കൂട്ടുകാരനോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമമുണ്ടാകും. ഒരു ദിവസം ക്ലാസ്സിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ആ കൂട്ടുകാരൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമമുണ്ടാകും. എന്താണ് ആ കൂട്ടുകാരൻ വരാതിരുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കും, ഇല്ലേ? അന്വേഷിക്കുമോ? അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ചില ആൾക്കാർ, അവരുടെ സാമീപ്യം നമുക്ക് വളരെ സന്തോഷം തരും. അത് വളർന്നു കഴിഞ്ഞാലും ചില ആൾക്കാരുടെ സഹവാസം, ചില ആൾക്കാരോടൊപ്പമുള്ള കൂട്ടുകൂടൽ, അതൊക്കെ നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ നമ്മൾ കൂട്ടുകൂടിയ എല്ലാവരുമായിട്ടും ഇന്ന് നമുക്ക് കൂട്ടുണ്ടോ? അത് ചിലരുമായിട്ടുള്ള സൗഹൃദമൊക്കെ നമ്മൾ വേർപിരിഞ്ഞിട്ടുണ്ടാവും. ഉണ്ടോ ഇല്ലയോ? നമ്മുടെ പണ്ട് തൊട്ടുള്ള എല്ലാ കൂട്ടുകാരികളും നമ്മോടൊപ്പമുണ്ടോ? ചിലരുമായിട്ടൊക്കെ നമ്മൾ വഴക്കുണ്ടായിട്ടുണ്ടാകും. ഒരു സമയത്ത് നമ്മൾ പറയും, നീ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഭക്ഷണം പോലും കഴിക്കില്ല എന്ന് പറഞ്ഞ ചില കൂട്ടുകാരെ നമ്മൾ കാണുന്ന സമയത്ത് വഴിമാറിപ്പോകും, ഇല്ലേ? ശരിയാണോ ഞാൻ പറഞ്ഞേ? ആ പറയടോ, ശരിയാണോ? അപ്പം നമ്മുടേതായിട്ടുള്ള ഒരിടം നമ്മൾ കണ്ടെത്തുന്ന സമയത്ത് തന്നെ ആ ഇടങ്ങൾ എല്ലായ്പ്പോഴും അത് തന്നെ ആയിരിക്കണമില്ല, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ സ്കൂളിൽ ചെന്നാൽ ഇരിക്കുന്ന സ്ഥലങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പഠിക്കാൻ നമ്മൾ എടുക്കുന്ന ഇടമായിക്കൊള്ളട്ടെ, അത് കഴിഞ്ഞ വർഷം പഠിക്കാനിരുന്ന ഇടം തന്നെ ആകണം എന്നില്ല ഇന്നുള്ള ഇടം എന്ന് പറയുന്നത്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കൂട്ടുകാരായിക്കോട്ടെ, ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ആണോ ഇല്ലയോ? ഞാൻ ഇവിടെ ഒരു കഥ പറയാം. ഒരിക്കലൊരു വനത്തിൽ, നിങ്ങൾ ഫാഷൻ ഷോ ഒക്കെ കണ്ടിട്ടില്ലേ? ടി വിയിലൊക്കെ കണ്ടില്ലേ ഫാഷൻ ഷോ, സൗന്ദര്യ മത്സരങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അതേപോലെ വനത്തിൽ ഒരു ഫാഷൻ ഷോ സംഘടിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, വനത്തിനുള്ളിൽ പക്ഷികളുടെ ഒരു വലിയ ഫാഷൻ ഷോ. അപ്പോൾ അതിൽ വനത്തിലെ എല്ലാ പക്ഷികളെയും ആ ഷോയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ അതിൽ ഓരോ പക്ഷികളും അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അവിടെ പ്രദർശനം നടത്തണം. അപ്പം അതിൽ കാക്കയ്ക്കും ആ ഷോയിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹം. അപ്പം കാക്കയുടെ നിറം നമുക്കറിയാമല്ലോ, കറുത്ത നിറമാണ്. അതിന് ആ കൂടെ ഒരു നിറം മാത്രമേ ഉള്ളൂ. പിന്നെ ചില കാക്കകളുടെ ആ കഴുത്തിൻ്റെ ഭാഗത്തൊരു ചാര നിറം മാത്രമുണ്ട്. അപ്പോൾ കാക്ക അന്ന് രാവിലെ ഈ അനൗൺസ്മെന്റ് കേട്ടതിന് ശേഷം അടുത്ത ആഴ്ചയാണ് വനത്തിലെ ഫാഷൻ ഷോ. അപ്പോൾ കാക്ക ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്ന് നോക്കി. അതിൽ പങ്കെടുക്കുന്ന ആരൊക്കെയാണെന്ന് അറിയോ? മയിലുണ്ട്, അരയന്നമുണ്ട്, പൊന്മാനുണ്ട്, മരംകൊത്തിയുണ്ട്. അങ്ങനെ പല നിറത്തിലുള്ള ചിറകുകളോട് കൂടിയ കാണാൻ വളരെ ഭംഗിയുള്ള പല കിളികളും ആ ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ കാക്ക എന്ത് ചെയ്തെന്നറിയോ? കാക്ക അന്ന് പങ്കെടുക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കിയിട്ട് അത് സ്വന്തം ശരീരത്തേക്കൊന്ന് നോക്കി. ആകെ കറുത്തിരിക്കുന്നു, കാണാൻ യാതൊരു ഭംഗിയുമില്ല. അപ്പോൾ ഇതിനാകെ വിഷമമായി. എങ്ങനെയെങ്കിലും സമ്മാനം വാങ്ങിച്ചേ പറ്റൂ എന്ന നിലയിലായി കാക്കയ്ക്ക്. അത്ര വാശിയായി. ഈ മയിലിനെയും ഈ പൊന്മാനെയും ഈ തത്തയെയും മൈനയെയും എല്ലാം പരാജയപ്പെടുത്തി ഞാൻ സമ്മാനം വാങ്ങുമെന്ന് കാക്ക തീരുമാനിച്ചു. പക്ഷെ കാക്കയ്ക്കറിയാം, എൻ്റെ ഈ ഒരു സൗന്ദര്യം കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും അവസാനത്തെ ആളായിട്ട് മാറും. ഇതിന് ഭയങ്കര വിഷം. എപ്പോഴെങ്ങനെ അവരുടെ മുന്നിൽ തൻ്റെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന് കാക്ക ആലോചിച്ചു. അവസാനം അതൊരു ഉപായം കണ്ടെത്തി. അത് തൻ്റെ ശരീരത്തെ തൂവലുകളെല്ലാം പറിച്ചു കളഞ്ഞിട്ട് ആ വനത്തിലൂടെ നടന്നു പോയപ്പോൾ അതിന് മയിലിൻ്റെ ഒരു പീല് കിട്ടി, തത്തയുടെ ഒരു തൂവലുകൾ കിട്ടി, അരയന്നത്തിൻ്റെ തൂവലുകൾ കിട്ടി. അങ്ങനെ വിവിധ നിറത്തിലുള്ള തൂവലുകൾ ഈ കാക്ക ആ വനത്തിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവന്നിട്ട് മരത്തിലെ ചില പശകളൊക്കെ ഉപയോഗിച്ച് തൻ്റെ ദേഹത്ത് ഒട്ടിച്ചു വെച്ചു. എന്താ ചെയ്യുന്നത് മനസ്സിലായോ? അപ്പോൾ ആ വനത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള
പക്ഷി ആരായിട്ട് മാറി? കാക്ക. മറ്റൊരു പക്ഷികൾക്കും ഇല്ലാത്ത അത്ര എന്താ പറയുക, എല്ലാ വർണ്ണങ്ങളോടും കൂടിയ മനോഹരമായ തൂവലുകൾ നിറഞ്ഞ വളരെ മനോഹരമായ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു പക്ഷിയായിട്ട് ആ കാക്ക മാറി. അങ്ങനെ മത്സരത്തിൻ്റെ ദിവസം വന്നു. എല്ലാവരും നിരനിരയായിട്ട് ആ ജഡ്ജസിൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ നടന്നു നീങ്ങുകയാണ്. മയിൽ നടന്നു നീങ്ങി, അങ്ങനെ ഓരോ പക്ഷികളായിട്ട് നടന്നു നീങ്ങി. ഏതാണ്ട് മധ്യത്തിലായിട്ടാണ് ഈ പഞ്ചവർണ്ണ കിളി. പഞ്ചവർണ്ണമൊന്നുമല്ല, അതിലധികം നിറങ്ങൾ ഈ കിളികൾക്കുണ്ട്, ഈ കിളിക്കുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഈ കിളിയെ നോക്കി. അതുവരെ അങ്ങനെ ഒരു പക്ഷിയെ ആ വനത്തിൽ അവരാരും കണ്ടിട്ടില്ല. എല്ലാവർക്കും അസൂയയായി. കാര്യം ഈ കിളി തന്നെ സമ്മാനം കൊണ്ടുപോകുമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ മുന്നോട്ട് നടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മഴ വന്നു. എന്തായിട്ടുണ്ടാവും? മഴ പെയ്തപ്പോഴ് ആ മഴവെള്ളം വീണ് കാക്കയുടെ ദേഹത്ത് ഒട്ടിച്ചിരുന്ന ആ ചിറകുകളെല്ലാം കൊഴിഞ്ഞുപോയി. അവസാനം എല്ലാവരുടെ മുന്നിലും ഒരു പരിഹാസ കഥാപാത്രമായിട്ട് കാക്ക മാറി. അതിന് പിന്നെ തല ഉയർത്തി ആ വനത്തിൽ കൂടി നടക്കാൻ കഴിഞ്ഞില്ല. അതെവിടെയോ പോയി ഒളിച്ചു. ആലോചിച്ചു നോക്ക്, എത്ര കഷ്ടമായില്ലേ, എത്ര പ്രയാസപ്പെട്ടു. ആ ഒരു മത്സരത്തിൽ ജയിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം തൂവലുകളൊക്കെ പറിച്ചു കളഞ്ഞ് കിട്ടിയ മറ്റ് തൂവലുകളൊക്കെ ചേർത്ത് ഒട്ടിച്ച് വെച്ച് മത്സരത്തിൽ പങ്കെടുത്തു. പക്ഷേ അതിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. അത് നാണം കെട്ട് അവിടെ നിന്നും പോകേണ്ടി വന്നു. അതേസമയം ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ കാക്ക വിചാരിക്കുകയാണ്, എനിക്ക് എൻ്റെ സൗന്ദര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ നിറം കറുത്തതാണ്, ഈ അഴകുള്ള ഈ കറുപ്പിനഴക എന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ? അപ്പൊ അത്ര അഴകുള്ള ഈ കറുപ്പ് നിറത്തോടു കൂടിയ എനിക്ക് മറ്റെല്ലാവരുടെ മുന്നിലും മത്സരിക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് ഈശ്വരൻ നൽകിയിട്ടുള്ള നിറം ഈ കറുപ്പാണ്. എനിക്ക് ഈശ്വരൻ നൽകിയിട്ടുള്ള ശബ്ദം ഇതാണ്. ഇതെൻ്റെ ശബ്ദമാണ്, ഇത് എൻ്റെ നിറമാണ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന ഒരു ആത്മവിശ്വാസം ആ കാക്കയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വേഷം കെട്ടലിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അപ്പോൾ ആ കാക്ക തന്നിൽ തന്നെ ഒരു വിശ്വാസമില്ലായിരുന്നു. അത് വിചാരിച്ചു മറ്റു പലരും വളരെ ഗംഭീരന്മാരാണ്, അവരാണ് എന്നേക്കാൾ വളരെ ഉയർന്നു നിൽക്കുന്നത്, ഞാൻ വളരെ താണതാണ്, എനിക്ക് സൗന്ദര്യമില്ല, എൻ്റെ ശബ്ദം മോശമാണ് എന്നൊക്കെയുള്ള ഒരു അപകർഷതാബോധത്തിൽ നിന്നും മറ്റുള്ളവരുടെ മുന്നിൽ വിജയിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന വേഷം കെട്ടൽ നടത്തിയിട്ട് അവസാനം ഒന്നുമില്ലാതെ ആയിത്തീർന്നു ഈ കാക്ക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇടം നമ്മളിൽ തന്നെ കണ്ടെത്തണം. പക്ഷെ ഇന്ന് നമ്മൾ ഇടം കണ്ടെത്തുന്നത് നമ്മളിലല്ല, മറ്റു പലരിലുമാണ്. ആ കാക്കയെ സംബന്ധിച്ചിടത്തോളം അത് തൻ്റെ ഇടം കണ്ടെത്തിയത് മയിലിൻ്റെ ചിറകിലും തത്തയുടെ നിറത്തിലും കുയിലിൻ്റെ ശബ്ദത്തിലും മറ്റുമാണ് ആ കാക്ക ഇടം കണ്ടെത്തിയത്. അതുകൊണ്ട് എല്ലാവരുടെ മുന്നിലും ഒരു പരിഹാസ കഥാപാത്രമായിട്ട് അതിന് മാറേണ്ടി വന്നു. നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക. ഇന്ന് നമുക്ക് നിങ്ങളിൽ എത്ര പേർക്ക് സ്വന്തം കഴിവിൽ ഒരു ആത്മവിശ്വാസമുണ്ട്? അപ്പൊ അതാണ് വേണ്ടത്. നമുക്ക് നമ്മളിലാണ് ആത്മവിശ്വാസം വരേണ്ടത്. പക്ഷെ ഇന്ന് പലപ്പോഴും നമ്മൾ എവിടേക്കാണ് നോക്കുന്നത്? ചുറ്റുപാട് നോക്കും, നമ്മൾ നമ്മളിലേക്ക് നോക്കില്ല. പൊതുവെ, നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, പൊതുവെ ഈ ക്യാമ്പിൽ പങ്കെടുക്കാത്ത ധാരാളം കുട്ടികൾ പുറമേ ഉണ്ടല്ലോ. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവരിലേക്ക് നോക്കാതെ പുറമേക്ക് നോക്കുന്നു. ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ഭക്ഷണം കഴിക്കുന്നവരല്ലേ? ഭക്ഷണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? എല്ലാവരും കഴിക്കുന്നവരാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ചോദിക്കണം. അതായത് നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും എന്താണ് വീട്ടിൽ കഴിച്ചുകൊണ്ടിരുന്നത്? അതുപോലെ അവരുടെ അച്ഛനമ്മമാര് അവരെന്താണ് കഴിച്ചിരുന്നത്? ചോദിച്ചു നോക്കണം. അപ്പോൾ അന്നേരം മനസ്സിലാക്കാൻ കഴിയും, ഇന്ന് നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും വാസ്തവത്തിൽ നമ്മൾ തീരുമാനിച്ചിട്ടാണോ നമ്മൾ കഴിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ തീരുമാനമാണോ അല്ലയോ?
ഞാൻ കഴിക്കുന്ന ഭക്ഷണം എൻ്റെ തീരുമാനമാണ് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈപ്പൊക്കാമോ? അപ്പോൾ ആലോചിച്ച് നോക്കൂ, 3-4 പേരാണ് കൈപ്പൊക്കിയത്. ബാക്കി എല്ലാ ആൾക്കാരും കൈ ഉയർത്തിയില്ല. അതിനർത്ഥം എന്താണ്? അവർ കഴിക്കുന്ന ഭക്ഷണം സ്വന്തം തീരുമാനമല്ല, മറ്റു പല കമ്പനികളുടെയും തീരുമാനമാണ്. നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ്, അല്ലേ? നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ നമ്മുടെ ചുറ്റുപാടുമുള്ള പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും എന്ന് പറയുന്നത് പോലെ തന്നെ മനുഷ്യരായിട്ടുള്ളവരും ഈ പ്രകൃതിയുടെ ഭാഗമാണ്. അപ്പോൾ ഒരു പ്രദേശത്ത് ജനിച്ച് വളരുന്ന ജനവിഭാഗത്തിന് ഏത് രീതിയിലുള്ള ഭക്ഷണമാണ് വേണ്ടത്, ആ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഭക്ഷണം എന്താണ് എന്ന് പ്രകൃതി തീരുമാനിച്ചിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കഴിക്കുന്ന പലതും, നമ്മൾ കാണുന്ന പരസ്യങ്ങളിൽ കൂടെ, നമ്മൾ ആരാധിക്കുന്ന താരങ്ങൾ അവർ ടി വിയിൽ വന്ന് പറയുന്നു ഇതാണ് ഞാൻ കഴിക്കുന്നത്. അങ്ങനെ അതുപോലെ നമ്മൾ ഹോട്ടലുകളിൽ പോകുമ്പോൾ, കടകളിൽ പോകുമ്പോൾ അവിടെ ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്, വളരെ കളർഫുള്ളായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ കണ്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി വാങ്ങുന്നു. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ മറ്റുള്ളവരുടെ സ്വാധീനത്തിൽപ്പെട്ട് നമ്മുടെ ഭക്ഷണ രീതി മാറ്റുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ആരോഗ്യത്തെ അത് ദോഷകരമായിട്ട് ബാധിക്കും. നിങ്ങളൊരു പാർട്ടിക്ക് പോകുന്നു, ഒരു പാർട്ടി സംഘടിപ്പിച്ച് നിങ്ങളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരു പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നു. അവിടെ ധാരാളം ഭക്ഷ്യ സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ധാരാളം ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിക്കാം. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഓരോ മേശയിലായിട്ട്, ഓരോ പാത്രത്തിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പല വിധത്തിലുള്ള ഐസ്ക്രീം, വാനില ഐസ്ക്രീം ഉണ്ട്, സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ട്, അങ്ങനെ പല പല ഐസ്ക്രീം, പല പല ചോക്ലേറ്റുകൾ, പല പല പായസങ്ങൾ, അങ്ങനെ ധാരാളം വിഭവങ്ങൾ വെച്ചിട്ടുണ്ട്. എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം. നിങ്ങൾ ആവശ്യത്തിന് കഴിച്ചു, വീണ്ടും വീണ്ടും എടുത്ത് കഴിച്ചു, എന്ത് സംഭവിക്കും? അടുത്ത ദിവസം വല്ലതും കഴിക്കാൻ പറ്റുമോ? വയറ് അസുഖമായിട്ട് ചിലപ്പം അസുഖം വരും, ചിലപ്പോൾ 2-3 ദിവസത്തേക്ക് ഒന്നും കഴിക്കാൻ പറ്റിയില്ല എന്ന് വരും, ഇല്ലേ? അപ്പോൾ ബുദ്ധിയുള്ള ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് ആവശ്യത്തിലധികം ഞാൻ കഴിച്ചാൽ നാളെ 2 ദിവസത്തേക്ക് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ എനിക്ക് അസുഖം വന്നാൽ അടുത്ത ഒരാഴ്ചത്തേക്ക് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതറിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നതിലെ ഒരു മിതത്വം, നമുക്ക് ആവശ്യത്തിനു മാത്രം എടുത്ത് കഴിച്ചാൽ എല്ലാ ദിവസവും ഒരുപോലെ നമുക്ക് രുചികരമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പൊ അതിൽ ഏതാണ് വേണ്ടത്? എല്ലാ ദിവസവും ആവശ്യത്തിന് രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതാണോ നല്ലത്, അതോ ഒരു ദിവസം ആവശ്യത്തിലധികം കിട്ടിയതെല്ലാം കഴിച്ച് 2-3 ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വയറുവേദനയും പനിയും ഛർദിലും ഒക്കെ ആയിട്ട് കിടക്കുന്നതാണോ നല്ലത്? ഏതാ നല്ലത്? നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചിന്തിക്കാറുണ്ടോ? ഉണ്ടോ? ഒരു ഐസ്ക്രീം തരുമ്പം കഴിക്കും, അടുത്ത ഐസ്ക്രീം തരുമ്പം ഒന്നുകൂടെ എനിക്ക് വേണമെന്ന് പറയും. വാങ്ങി കഴിക്കില്ലേ? അങ്ങനെ 2-3 കഴിച്ചാൽ അവസാനം ഒന്നും കഴിക്കാൻ പറ്റാതെ, ഇപ്പൊ പക്ഷെ ഒന്നും സംഭവിച്ചു എന്ന് വരില്ല. പക്ഷെ കുറച്ച് വളർന്നു കഴിയുമ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ അച്ഛനമ്മമാരോട് ചോദിക്കണം, നിങ്ങളുടെ ചെറുപ്പത്തിൽ, അച്ഛനമ്മമാരുടെ ചെറുപ്പത്തിൽ ഡയബറ്റിക് പേഷ്യൻസ് എത്രമാത്രം ആ നാട്ടിലുണ്ടായിരുന്നു എന്ന്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ണടച്ച് തുറക്കുമ്പോൾ തന്നെ 10 പേരുടെ പേര് പറയാൻ പറ്റൂല്ലേ ഡയബറ്റിക്സ് ഉള്ള? നിങ്ങളുടെ വീട്ടിലെ കുടുംബത്തിലുള്ളവര്, നിങ്ങളുടെ ബന്ധത്തിലുള്ളവര്, നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ പെട്ടിട്ടുള്ളവര്, അങ്ങനെ 10 പേരുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ ചിന്തിക്കുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യത്തെ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഏത് ഭക്ഷണം വരുമ്പോഴും ആദ്യം ഒരു ചിന്ത വരണം, ഈ കഴിക്കുന്ന ഭക്ഷണം എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണോ അതോ എൻ്റെ രുചിക്ക് വേണ്ടി മാത്രമാണോ? രുചികരമായിട്ട് ഭക്ഷണം കഴിക്കണം, വേണ്ട എന്നല്ല. പക്ഷെ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിച്ചാൽ നാളെ കാലത്ത് നമ്മൾ രോഗികളായിട്ട് മാറുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ആരാണ് അനുഭവിക്കുന്നത്? നമ്മൾ തന്നെയല്ലേ? അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും നമ്മുടെ ജീവിതത്തെ മുൻനിർത്തിയുള്ളതായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇടം
നമ്മളിൽ തന്നെ കണ്ടെത്തണം. നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുവാൻ മറ്റ് ഒരാളെയും നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഞാൻ എന്ത് കഴിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. എത്ര വലിയ സിനിമാ താരമായിക്കൊള്ളട്ടെ, എത്ര പ്രശസ്തനായ ആളായിക്കൊള്ളട്ടെ, എത്ര കോടികൾ മുടക്കിയുള്ള പരസ്യം ചെയ്തുകൊണ്ടായിക്കൊള്ളട്ടെ, ആ പരസ്യത്തിലോ അവരുടെ വാക്കിലോ നമ്മൾ മതിമയറങ്ങി വീണ് കഴിഞ്ഞാൽ അതിലൂടെ നഷ്ടപ്പെടുന്നത് എന്താണ്? നമ്മുടെ ജീവിതമാണ്. അപ്പോൾ ഈ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. എൻ്റെ തീരുമാനങ്ങൾ അത് എൻ്റെ ജീവിതത്തിന് വേണ്ടിയുള്ളത്, അത് ഞാനാണ് എടുക്കുന്നത്. അത് മറ്റാരെ കൊണ്ടും തീരുമാനമെടുക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. അപ്പോൾ എൻ്റെ ഇടം അത് എന്നിൽ തന്നെ കണ്ടെത്താൻ കഴിയണം. ഇപ്പൊ ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. നമ്മൾ സന്തോഷിക്കണം, അടിച്ചു പൊളിക്കണം, അതൊന്നും വേണ്ട എന്ന് പറയുന്നില്ല. പാട്ട് പാടണം, ഡാൻസ് ചെയ്യണം, കാഴ്ചകൾ കാണണം, നല്ല ഭക്ഷണം കഴിക്കണം, അങ്ങനെ ജീവിതത്തെ ആഘോഷമാക്കി മാറ്റണം. കാര്യം ഈശ്വരൻ നമുക്ക് ഈ ജീവിതം തന്നത് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, ആണോ? സന്തോഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അമ്മ പറയും, അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമൃതാനന്ദമയി ദേവി അമ്മ പലപ്പോഴും പറയും, നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെയും നമുക്ക് സന്തോഷമാണ് കാണാൻ കഴിയുന്നത്. നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ എവിടെയാണ് പോവുക? വെളിയിലിറങ്ങി നടക്കുമില്ലേ? പൂന്തോട്ടത്തിൽ പോയിരിക്കും, ആകാശത്തേക്ക് നോക്കും, പക്ഷികളെ നോക്കും. അപ്പോൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു സന്തോഷമാണ്. അപ്പോൾ ആ പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ സന്തോഷിക്കേണ്ടവരാണ്. പക്ഷേ ആ സന്തോഷം അത് നാളെയെ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തുകൊണ്ടാകരുത്. നമ്മൾ ഇന്ന് സന്തോഷിക്കുമ്പോൾ, നിങ്ങൾ ഏത് മേഖലയിലായിക്കൊള്ളട്ടെ, ഏത് രീതിയിലായിക്കൊള്ളട്ടെ, നിങ്ങൾ ഇന്ന് സന്തോഷിക്കുമ്പോൾ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകണം, അതൊരിക്കലും എൻ്റെ നാളെയെ ദോഷകരമായി ബാധിക്കാൻ പാടില്ല. നാളെയെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യവും ഇന്ന് നമ്മൾ ചെയ്യാൻ പാടില്ല. ആ ഒരു ബോധ്യത്തിൽ വേണം നമ്മുടെ ഓരോ ദിവസത്തെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട്. ഞാൻ സൂചിപ്പിച്ചു, നമുക്ക് നമ്മുടെ ഒരു ഇടം വേണമെന്ന് പറഞ്ഞു. നമ്മുടെ ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു, പലരും നഷ്ടപ്പെട്ടു, പല പുതിയ ആൾക്കാർ വന്നു. അങ്ങനെ നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ തേടി പോവുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കഴിഞ്ഞ വർഷം എനിക്കുണ്ടായിരുന്ന ഒരു കൂട്ടുകാരി ഇന്ന് എനിക്ക് അവനോട് സംസാരിക്കുന്നത് ഇഷ്ടമില്ല, അവളോട് സംസാരിക്കുന്നത് ഇഷ്ടമില്ല, അവളുടെ പേര് പോലും കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ ആ കൂട്ടുകാരനുമായിട്ടും കൂട്ടുകാരിയുമായിട്ടും നമ്മൾ സന്തോഷത്തോടെ ഇടപെട്ട ധാരാളം സമയങ്ങളുണ്ടായിരുന്നു. എന്തോ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അത് മാറി. അപ്പോൾ എവിടെയാണ് മാറ്റം വന്നത്? ആലോചിച്ച് നോക്കൂ. നമ്മൾ ആസ് എ ഹോൾ നമ്മളൊരു വ്യക്തിയായിട്ടുണ്ട്, ആ കൂട്ടുകാരിയും വ്യക്തിയായിട്ടുണ്ട്. പക്ഷെ മാറ്റം വന്നത് എവിടെയാണ്? നമ്മുടെ പല കൂട്ടുകാരിൽ നിന്നും നമ്മൾ ആ സൗഹൃദം വിട്ടുമാറുമ്പോൾ മാറ്റം എവിടെയാണ് ഉണ്ടായത്? ആലോചിച്ചിട്ടുണ്ടോ? എവിടെയാണ് മാറ്റമുണ്ടായത്? എന്തുകൊണ്ടാണ് നമുക്ക് ആ സൗഹൃദങ്ങൾ മാറ്റേണ്ടി വന്നത്? എന്തുകൊണ്ടാണ്? ആലോചിച്ചിട്ടുണ്ടോ? എൻ്റെ ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടത്തിനൊപ്പം നിന്നില്ല. അപ്പോൾ എൻ്റെ ഇഷ്ടവും അനിഷ്ടവും, എൻ്റെ ഇഷ്ടത്തിന് കൂടെ നിൽക്കുന്ന ആൾക്കാരോട് എനിക്കിഷ്ടമുണ്ടാകും, എൻ്റെ ഇഷ്ടത്തിന് ഇഷ്ടമല്ലാതെ നിൽക്കുന്നവരോട് എനിക്ക് ഇഷ്ടക്കേടുണ്ടാകും, അല്ലേ? അപ്പോൾ ഇത് എവിടെയാ സംഭവിക്കുന്നത്? എവിടെയാണ്? നമ്മുടെ മനസ്സിൽ. അപ്പോൾ നമ്മുടെ ഈ മനസ്സിനെ ഏത് സാഹചര്യത്തിലും ഇഷ്ടത്തോടു കൂടി നിർത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും വെറുക്കേണ്ടതായിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലയോ? ഏത് സാഹചര്യം വരട്ടെ, ആ സാഹചര്യത്തെ നമുക്ക് ഇഷ്ടത്തോടെ കാണുവാൻ കഴിഞ്ഞാൽ, ഒരാൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് അവളുടെ സ്വഭാവമാണ്, അവൾ അങ്ങനെ സംസാരിക്കുകയുള്ളൂ, അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അവൾ അങ്ങനെ സംസാരിക്കട്ടെ. പക്ഷെ അവൾ അങ്ങനെ സംസാരിച്ചാലും അവളോട് വെറുക്കാതിരിക്കുക എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. അങ്ങനെ എൻ്റെ മനസ്സിനെ എൻ്റെ കയ്യിൽ നിർത്താൻ കഴിഞ്ഞാൽ എല്ലാ സാഹചര്യത്തിലും നമുക്ക് ഇഷ്ടത്തോടെ പോകാൻ കഴിയില്ലേ? അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിനെ നമ്മുടെ കയ്യിൽ നിർത്താൻ കഴിയണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇടം നമ്മളിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഇടം നമ്മളിൽ തന്നെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ, ഇന്ന് പക്ഷെ നമ്മൾ പുറമേക്കാണ് എല്ലായ്പ്പോഴും നോക്കുന്നത്. ഇന്ന് പല ഭാഷ, ഇന്ന് മുടി കട്ട് ചെയ്യുന്ന ആൺകുട്ടികളെ സംബന്ധിച്ചായിക്കോട്ടെ, പെൺകുട്ടികളെ സംബന്ധിച്ചിട്ടായിക്കോട്ടെ, ഹെയർ സ്റ്റൈല്, പല ഹെയർ സ്റ്റൈൽ, ഓരോ ദിവസം ഓരോ മാസം കഴിയും തോറും ഹെയർ സ്റ്റൈൽ മാറുന്നുണ്ട്. നിങ്ങളൊന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മുടി പല സ്റ്റൈലിലേക്ക് മാറ്റുന്നതിൻ്റെ പിന്നിലെ പ്രേരണ എന്താണ്? ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ
കഴിഞ്ഞ മാസം ഒരു ഫാഷനിലെ ഡ്രസ്സ് ധരിച്ചു, പുതിയൊരു ഫാഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ അത് വാങ്ങി. ഇങ്ങനെ മാറി മാറി പോകുന്നു. ഇതിൻ്റെ പ്രേരണ എന്താണ്? പലപ്പോഴും നമ്മൾ പുറമേ കാണുന്ന പലതിലേക്കും നമ്മൾ ആകർഷിക്കപ്പെടുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രീതിയിൽ ഞാൻ എൻ്റെ മുടി കട്ട് ചെയ്തു, എന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നോക്കി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ എന്തിനാണ് മാറ്റുന്നത്? അല്ല, ആ കൂട്ടുകാരി അങ്ങനെ ചെയ്തു, ആ കൂട്ടുകാരൻ ഇങ്ങനെ ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാകണം. ലോകം എങ്ങനെ വേണമെങ്കിൽ മാറട്ടെ, ഏത് രീതിയിലും അത് മാറിക്കൊള്ളട്ടെ, പക്ഷെ എനിക്ക് എന്നിലൊരു വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസം വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വസ്ഥതയും സമാധാനവും നമ്മളിൽ തന്നെ നിൽക്കുകയുള്ളൂ. മറിച്ച് ലോകം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറാൻ നിന്നാൽ ഒരിക്കലും നമുക്ക് സ്ഥിരമായിട്ട് ഒരിടത്ത് നിൽക്കാൻ കഴിയില്ല, നമുക്ക് സ്ഥിരമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ല. ആ കാക്കയുടെ കഥ ഞാൻ പറഞ്ഞില്ലേ, ആ കാക്കയുടെ അവസ്ഥയിലേക്ക് മാറിപ്പോകും. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകണം. നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ച് നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. ഈശ്വരൻ നമുക്ക് തന്ന ഒരു സൗന്ദര്യമുണ്ട്, ഈശ്വരൻ നമുക്ക് തന്ന ചില ആകാര വടിവുണ്ട്. അതാണ് എൻ്റെ ശരീരമെന്ന് പറയുന്നത്. അതിൽ നമുക്ക് അഭിമാനം കൊള്ളാൻ കഴിയണം. അതിനെ ആരെ എങ്ങനെ പറയുന്നു എന്നുള്ളതിൽ നമ്മൾ വിഷമിക്കാൻ പോയാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവുമോ? ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള ഈ ജീവിതം സന്തോഷിക്കുവാനുള്ളതാണ്, സമാധാനത്തോടെ ജീവിക്കുവാനുള്ളതാണ്. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാകണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ രത്നചുരുക്കം ഇതാണ്: നമ്മളിൽ നമ്മുടെ ഇടം കണ്ടെത്തണം. ആ ഇടം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് നോക്കുവാൻ കഴിയണം. അതിന് നോക്കുവാനുള്ള ഒരു സമയമെന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നത് വരെയുള്ള, ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയാം. നിങ്ങളിന്ന് തിരിച്ചു ചെന്നതിന് ശേഷം, നിങ്ങൾ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം, ഈ 2 ദിവസത്തെയല്ല, അതിന് മുൻപുള്ള ഒരു ദിവസം, സാധാരണ ഒരു ദിവസം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നത് വരെയുള്ള ആ സമയം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊരു പേപ്പറിൽ എഴുതുക. രാവിലെ ഇത്ര മണിക്ക് എഴുന്നേൽക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ എന്ത് ചെയ്യും, ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ എന്ത് ചെയ്യും. അങ്ങനെ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു പേപ്പറിൽ എഴുതുക. രാത്രി കിടക്കുന്നത് വരെ എഴുതുമോ ഇല്ലയോ? എഴുതുമെന്നുള്ളത് കൈവക്കിയെന്ന് കുറച്ച് വരെ ഉള്ളു, ബാക്കിയുള്ളവർ കേട്ടതേ ഇല്ല. ഞാൻ പറഞ്ഞ കേട്ടോ ബാക്കിയുള്ളവരെ? ആയിക്കോട്ടെ, ഇഷ്ടമുള്ളവർ ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നമ്മൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള നമ്മുടെ ഒരു ദിവസം 24 മണിക്കൂറാണ് എനിക്കും നിങ്ങൾക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ലോകത്ത് ഏറ്റവും അധികം അറിയപ്പെടുന്ന വ്യക്തികൾക്കും എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂറാണ്. അതിൽ കൂടെ ഒരു മിനിറ്റ് പോലും ഒരാൾക്ക് കൂടുതലില്ല. ആ 24 മണിക്കൂറിനെ നമ്മൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ടിരിക്കും നമ്മുടെ ജീവിതത്തിലെ വിജയവും പരാജയവും. അപ്പോൾ ഏറ്റവും മുഖ്യമായിട്ട് വേണ്ടത് എന്താണ്? നമ്മുടെ ആ സമയത്തെ നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായ വിഷയം. ഇപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികളാണ്, നിങ്ങളുടെ ഏറ്റവും മുഖ്യമായ കടമ എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് നോക്കുക, ഇപ്പോഴത്തെ അല്ല, മുൻപുള്ള ദിവസങ്ങൾ. എന്നിട്ട് അതിനകത്ത് നിങ്ങളൊന്ന് വിലയിരുത്തുക. നിങ്ങളൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ എത്രമാത്രം പ്രയോജനപ്രദമായ രീതിയിലാണ് നിങ്ങളുടെ സമയം ചെലവഴിച്ചത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ബോധ്യം വരും, നിങ്ങൾ സമയം എത്രമാത്രം പ്രയോജനപ്രദമായ രീതിയിൽ ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളത്. അത് ശരിയല്ല എന്ന് തോന്നിയാൽ നമ്മൾ ചെയ്യേണ്ടത്, രാത്രി കിടക്കുന്നതിന് മുൻപ് നാളെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അതിനകത്ത് പഠിക്കാനുള്ള സമയം വേണം, കളിക്കാനുള്ള സമയം വേണം, പുസ്തകം വായിക്കാനുള്ള സമയം വേണം, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാൻ വേണ്ടി ന്യൂസ് കാണാനുള്ള സമയം വേണം, അച്ഛനമ്മമാരെ സഹായിക്കാനുള്ള സമയം വേണം, പ്രകൃതിയെ കാണാനുള്ള സമയം വേണം, കുളിക്കാനുള്ള സമയം വേണം, പല്ല് തേക്കാനുള്ള സമയം വേണം, ഇതിനെല്ലാമുള്ള സമയം വേണം. അപ്പോൾ ഈ സമയങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതി വെക്കുക രാത്രി കിടക്കുന്നതിന് മുൻപ്. എന്നിട്ട് നാളെ അതനുസരിച്ച് നിങ്ങളുടെ ദിവസം ക്രമീകരിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കുക.
എന്നിട്ട് നാളെ രാത്രി കിടക്കുന്നതിന് മുൻപ് ഇതൊന്ന് നോക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്യുക, എത്രമാത്രം ഇതിൽ പറഞ്ഞ വിധം എനിക്ക് പോകാൻ കഴിഞ്ഞു. ഒരു പക്ഷേ 50% മാത്രമേ കഴിഞ്ഞു എന്ന് വരികയുള്ളൂ. വീണ്ടും അടുത്ത ദിവസത്തേക്ക് വീണ്ടും തയ്യാറാക്കുക. അടുത്ത ദിവസം വീണ്ടും ഒന്ന് തയ്യാറാക്കിയിട്ട് വീണ്ടും നമ്മൾ നോക്കുക. അങ്ങനെ കുറഞ്ഞ പക്ഷം 100% ഇല്ലെങ്കിലും ഒരു 80% എൻ്റെ ദിവസം ഞാൻ തീരുമാനിക്കുന്നതിനനുസരിച്ച് പോകും എന്ന് ധൈര്യത്തോടെ പറയുവാനുള്ള ഒരു കഴിവ് നമുക്ക് ആർജിക്കാൻ കഴിയണം. എൻ്റെ ദിവസം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ പഠിക്കാനുള്ള ഒരു സമയമാണ്, വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെ പഠിക്കാൻ വേണ്ടി ടൈം ടേബിൾ എഴുതി വെച്ചിരിക്കുന്നു. ആ സമയത്ത് ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഫോൺ ചെയ്യുന്നു, നമ്മൾ സൈലന്റിൽ ഇടുക. ഇത് പഠിക്കാനുള്ള സമയമാണ്, ലോകത്ത് എന്ത് സംഭവിക്കട്ടെ, ഇത് പഠിക്കാനുള്ള സമയമാണ്, ഞാൻ പഠിക്കും. അത് കഴിഞ്ഞതിന് ശേഷം കൂട്ടുകാരനെ വിളിച്ച് പറയുക, ഞാൻ ആ സമയത്ത് പഠിക്കുകയായിരുന്നു, അത് കഴിഞ്ഞ് എന്താ വിളിച്ചത് കാര്യം. അപ്പം നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസവും നമുക്ക് നമ്മളിൽ തന്നെ ഒരു ശക്തിയും കണ്ടെത്താൻ കഴിയും. അങ്ങനെയുള്ളവർ മാത്രമേ ലോകത്ത് വിജയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് മത്സരത്തിൻ്റെ ഒരു കാലമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആരുമായിട്ടാണ് നമ്മൾ മത്സരിക്കേണ്ടത്? ഇപ്പോൾ നമ്മളും ഒരു പക്ഷേ നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളോട് പറയും, കണ്ടില്ലേ അവളുടെ മാർക്ക് നോക്ക്, അവൻ്റെ മാർക്ക് നോക്ക്, അവളുടെ മാർക്ക് കണ്ടില്ലേ, നിനക്കെത്ര മാർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ അടുത്ത വീട്ടിലെ കുട്ടിയുടെ മാർക്ക് നോക്കിയിട്ട് നിനക്ക് അത്രയും ഇല്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അവരോടൊപ്പം മാർക്ക് വാങ്ങണം, ആ കുട്ടിയോടൊപ്പം മാർക്ക് വാങ്ങണം, ഇതായിരിക്കും നമ്മൾ പലപ്പോഴും ചിന്തിക്കുക. പക്ഷെ വാസ്തവത്തിൽ നമ്മൾ മത്സരിക്കേണ്ടത് ലോകത്തുള്ള മറ്റ് ആരോടുമായിരിക്കരുത്. നമ്മൾ മത്സരിക്കേണ്ടത് നമ്മളോട് തന്നെയായിരിക്കണം. ലോകത്തുള്ളവരോട് മത്സരിക്കാൻ പോയാൽ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ആണ്. ആ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 99% മാർക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് മത്സരിച്ച് ഈ വർഷം നിങ്ങൾക്ക് 99 മാർക്ക് വാങ്ങി ആ കുട്ടിയോടൊപ്പമോ അതിനപ്പുറമോ പോകാൻ കഴിയും. പക്ഷെ അടുത്ത വർഷം 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അവിടെ വേറെ പഠിക്കുന്ന ഒരു കുട്ടി വന്നാൽ ഒരു പക്ഷേ അത്രയും എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് നിരാശ വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ വർഷം ഞാൻ എത്ര മാർക്ക് വാങ്ങി, അതിനേക്കാൾ എനിക്ക് എത്ര % കൂടുതൽ അടുത്ത വർഷം വാങ്ങാൻ കഴിയുമെന്ന് ഞാൻ എന്നോട് തന്നെ മത്സരിക്കുക. ലോകത്തുള്ളവരോടല്ല നമ്മൾ മത്സരിക്കേണ്ടത്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ നമ്മളോട് തന്നെ മത്സരിക്കണം. ഒരു കാര്യം കണ്ടാൽ ഞാൻ ഇന്ന് വിഷമിച്ചുവെങ്കിൽ നാളെ ഞാൻ വിഷമിക്കില്ല എന്ന് എനിക്ക് എന്നോട് തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിയണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളോട് തന്നെ മത്സരിച്ച് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ആ ജീവിതത്തിലെ നമ്മുടെ ലക്ഷ്യം നമ്മൾ എഴുതി വെക്കുക. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ നമ്മളോട് തന്നെ മത്സരിച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്തുക. മറ്റുള്ള ഒരാളുടെ ലക്ഷ്യമല്ല നമ്മുടെ ലക്ഷ്യം. ഈശ്വരൻ നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ തമ്പ് ഇംപ്രഷൻ ഇല്ലേ, ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് കോടിക്കണക്കിന് ആൾക്കാർ ഇവിടെയുണ്ട്. പക്ഷെ ഒരാളുടെ തമ്പിൻ്റെ ഇംപ്രഷനാണോ മറ്റൊരാളുടേത്? വ്യത്യാസമില്ലേ? അപ്പോൾ ഈശ്വരൻ നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിട്ടുള്ളത് വ്യത്യസ്തരായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റൊരാളോടൊപ്പം ആവുക എന്നുള്ളതല്ല, നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എഴുതി ഉറപ്പിക്കുക. അതിലേക്ക് എത്താൻ വേണ്ടി ഓരോ ദിവസവും നമ്മൾ നമ്മളോട് തന്നെ മത്സരിച്ച് വിജയിക്കുക. ആ വിജയം വേണമെങ്കിൽ ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുള്ള 24 മണിക്കൂറിനെ എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് വിനിയോഗിക്കാൻ കഴിയും എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അത് മറ്റാരുമല്ല. മറ്റുള്ളവർക്ക് പറയുവാനേ കഴിയുള്ളൂ. അതനുസരിച്ച് ജീവിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതിനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മാർഗമാണ് ദിവസവും നമ്മുടെ ടൈം ടേബിൾ നമ്മൾ തയ്യാറാക്കുക. അടുത്ത ദിവസം അതെത്രമാത്രം കൊണ്ടുപോയി നോക്കുക, തിരുത്തി വീണ്ടും മുന്നോട്ട് പോവുക. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇടം നമ്മളിൽ കണ്ടെത്തണമെന്ന് പറഞ്ഞു. അതിന് നമ്മുടെ മനസ്സിനെ നമ്മളിൽ തന്നെ നിർത്താൻ കഴിയണം. അതിന് സഹായിക്കുന്ന ഏറ്റവും ലളിതമായ മാർഗമാണ് ധ്യാനം എന്ന് പറയുന്നത്. ഇതിൽ ധ്യാനിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? കുറച്ച് പേരുണ്ട്. ധ്യാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ കാര്യമൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. 24 മണിക്കൂർ സമയമുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ ഇന്ന് രാത്രിയിൽ വീട്ടിൽ ചെന്ന് കിടക്കുന്നതിന് മുൻപ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. അച്ഛൻ്റെ അമ്മയുടെയോ മൊബൈൽ എടുത്തിട്ട് അതിനകത്ത് 3 മിനിറ്റ് ടൈം സെറ്റ് ചെയ്യുക. ടൈമർ വെക്കുക 3 മിനിറ്റ്. എന്നിട്ട് അടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇരിക്കാൻ കഴിയുന്നത്, ചമ്രം പടിഞ്ഞിരിക്കാൻ പറ്റും, അങ്ങനെ ഇരിക്കുക. അല്ലെങ്കിൽ കസേര സ്വസ്ഥമായിട്ടിരിക്കുക, നട്ടൽ നിവർന്ന് സ്വസ്ഥമായിട്ടിരിക്കുക. കണ്ണുകൾ അടയ്ക്കുക.
നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക്, ശ്വാസം ഏത് വഴിയാണ് വരുന്നത്? കണ്ണിക്കൂടിയാണോ മൂക്കിക്കൂടിയാണോ? മൂക്കിക്കൂടിയല്ലേ? അപ്പോൾ ഈ ശ്വാസം നിങ്ങളുടെ മൂക്കിലേക്ക് കടന്നു വരുമ്പോൾ മൂക്കിനെ സ്പർശിക്കുമോ ഇല്ലയോ? അപ്പോൾ ഈ ഒരു 3 മിനിറ്റ് നേരം നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ മൂക്കിൽ എവിടെയാണ് സ്പർശിക്കുന്നത് എന്ന് നോക്കുക. ആ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ കുറച്ച് വായു ഉള്ളിലേക്ക് പോവുകയല്ലേ? പോകുമ്പോൾ വയറ് അകത്തേക്ക് പോകുമോ പുറമേക്ക് പോവുമോ? പുറത്തേക്ക്. അത് വാച്ച് ചെയ്യുക. ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ കണ്ണുകളടച്ച് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. 3 മിനിറ്റ് മാത്രം ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആ ചേഞ്ചസ് നിങ്ങൾ മനസ്സിലാക്കുക. കേവലം 3 മിനിറ്റ്. പക്ഷേ ഈ 3 മിനിറ്റ് സമയം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വല്ലാത്ത രസം, കണ്ണു തുറക്കാനുള്ള ഒരു ടെൻഡൻസി ഇല്ലേ? അപ്പം ഈ ഒരു 3 മിനിറ്റ് നേരം നിങ്ങൾ ദിവസവും ഏതെങ്കിലും ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് ദിവസവും ഈ ഒരു 3 മിനിറ്റ് നേരം ഇത് പ്രാക്ടീസ് ചെയ്യാം. ഒരു 1 വീക്ക് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ 3 6 മിനിറ്റ് ആക്കുക. അടുത്ത ആഴ്ച വേണമെങ്കിൽ 3 മിനിറ്റ് കൂടി 9 ആക്കുക. അങ്ങനെ എത്ര വേണമെന്ന് വെച്ചാൽ 9, 12, 15 കൂട്ടാം. പക്ഷെ മിനിമം ഇത്രയും സമയമെങ്കിലും എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരു സമയത്ത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളിൽ തന്നെ ഇടം കണ്ടെത്തും. ഈ സമയത്ത് മനസ്സ് മറ്റു ചിന്തകളിലേക്ക് പോവില്ലേ? പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ചു, ആ ചിന്ത വരുമ്പോൾ പൊക്കോട്ടെ, തിരിച്ച് വീണ്ടും ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. വീണ്ടും മനസ്സ് പോകുമ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ നമുക്ക് നമ്മളിൽ തന്നെ നമ്മളെ ഇടം കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു ലളിതമായ മാർഗമാണ് ധ്യാനം. ഇത് ശീലിച്ചു കഴിഞ്ഞാൽ ഒരു സാഹചര്യത്തിനും നിങ്ങളെ ചലിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളിൽ തന്നെ ആയിരിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളിൽ സ്വസ്ഥതയും ശാന്തിയും കണ്ടെത്താൻ കഴിയുള്ളൂ. സമയത്തെ നമുക്ക് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ മത്സരിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം കണ്ടെത്താൻ, അതിലെത്തിച്ചേരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമഃശിവായ.